إن الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൽ റബ്ബിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യരായ നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൻ്റെ പല ആവശ്യങ്ങളും നിറവേറ്റി കിട്ടുവാൻ വേണ്ടി നല്ലവരായ മറ്റു മനുഷ്യരെ കാണുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയാറുണ്ട്. രോഗം വന്നു കഴിഞ്ഞാൽ ശമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി നല്ല മനുഷ്യന്മാരെ കാണുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ ആവശ്യപ്പെടാറുണ്ട്, പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണമെന്നുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവർ, നമ്മുടെ പല കാര്യങ്ങൾക്കു വേണ്ടിയും നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോഴും
ഇനി മറ്റുള്ള ആളുകൾ നമുക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോഴും ഒരു പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കുവാനുള്ള പല കാരണങ്ങളും ആ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥന തടയപ്പെടുന്ന കാര്യങ്ങൾ. എന്നാൽ മനുഷ്യരെ പോലെ തന്നെ ചില പ്രത്യേകതകളോടുകൂടി അള്ളാഹുവിൻ്റെ മറ്റൊരു സൃഷ്ടി വിഭാഗമാണ് മലക്കുകൾ എന്നുള്ളത്. മലക്കുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യർക്ക് കാണാൻ സാധിക്കാത്ത അള്ളാഹുവിൻ്റെ പ്രത്യേക സൃഷ്ടികളാണ് അവർ. എന്നാൽ അവർക്ക് തെറ്റ് ചെയ്യുവാനോ റബ്ബിനോട് അനുസരണക്കേട് കാണിക്കുവാനോ അവർക്ക് സാധ്യമല്ല. അവർക്കുള്ള ഉത്തരവാദിത്തം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യലും അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അതേ പ്രകാരം അനുസരിക്കലുമാണ് മലക്കുകളുടെ ജോലി എന്നുള്ളത്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിച്ച കാര്യത്തിൽ ഒരിക്കലും അവർ അവനോട് അനുസരണക്കേട് കാണിക്കുകയില്ല. റബ്ബ് എന്താണോ കൽപ്പിക്കുന്നത് പോലെ അനുസരിക്കുകയും ചെയ്യും. അതോടൊപ്പം റബ്ബിന് ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകളായിരിക്കും അവർ എന്നുള്ളതാണ്. മറ്റു യാതൊരു തിന്മയിലോ മറ്റോ അവർ മുഴുകുകയില്ല, അവർക്കതിന് സാധിക്കുകയില്ല. റബ്ബ് അവരെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ മലക്കുകൾ എന്നുള്ളത് അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളാണ് മലക്കുകൾ. അള്ളാഹുവുമായി ഏറ്റവും സാമീപ്യം നേടിയ ആളുകളാണ് മലക്കുകൾ. ഈ മലക്കുകൾ സത്യവിശ്വാസികളിൽ ചില ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പഠിപ്പിച്ച കാര്യമാണ്. സത്യവിശ്വാസികൾക്ക് വേണ്ടി എന്നല്ല, മറിച്ച് സത്യവിശ്വാസികളിൽ തന്നെ ചില ആളുകൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നുള്ളതാണ്. അപ്പോൾ സഹോദരി സഹോദരന്മാരെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് തടയപ്പെടുവാൻ കാരണമാകുന്ന ഒരു കാരണം പോലും ഇല്ലാത്ത സൃഷ്ടികളാണ് മലക്കുകൾ എന്നുള്ളത്. അപ്പോൾ ആ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു സൗഭാഗ്യമായിട്ട് നമ്മൾ കൃത്യമായി കാണേണ്ടതുണ്ട്. അതോടൊപ്പം റബ്ബിൻ്റെ വലിയ ഒരു കാരുണ്യം കൂടിയാണ് മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതിന് ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. മലക്കുകൾ മനുഷ്യർക്ക് വേണ്ടി, സത്യവിശ്വാസികളിൽ ചില കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ 42-ാമത്തെ അധ്യായം സൂറത്ത് ശൂറയുടെ 5-ാമത്തെ ആയത്ത് നമുക്ക് കാണാൻ സാധിക്കും. വൽ മലായികതു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. അതായത് മലക്കുകൾ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന് തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുന്നു. വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർളി. ഭൂമിയിലുള്ളവർക്ക് വേണ്ടി അവർ പാപമോചനം തേടുകയും ചെയ്യുന്നു. വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർളി. ഭൂമിയിലുള്ളവർക്ക് വേണ്ടി അവർ പാപമോചനം തേടുകയും ചെയ്യും. ഇനി സഹോദരൻ, ആരാണ് ഈ ഭൂമിയിലുള്ളവർ? ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്മാർക്ക് വേണ്ടിയാണോ? അല്ല. ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സത്യവിശ്വാസികൾക്ക് വേണ്ടിയാണോ? അല്ല. മറിച്ച് സത്യവിശ്വാസികളിൽ തന്നെ ചില പ്രത്യേകതകൾ ഉള്ള ആളുകൾ, ചില കർമ്മങ്ങൾ അറിഞ്ഞുകൊണ്ട് നിർവഹിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്നു ബത്താൽ റഹിമഹുല്ല പറയുകയാണ്, വമഅലൂമുൻ, അറിയപ്പെട്ട കാര്യമാണ്, അന്ന ദുആ അൽ മലായികത്തി മുജാബുൻ, തീർച്ചയായും മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നുള്ളത്. അത് അറിയിച്ച കാര്യമാണ്, മലക്കുകളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്നുള്ളത്. ഇനി സഹോദരങ്ങളെ, ആർക്കാണ് ആ പ്രാർത്ഥന ലഭിക്കുക? ഇവിടെ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, അങ്ങനെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുവാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേക കർമ്മം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് നമ്മൾ നിർവഹിക്കുന്ന ചില കർമ്മങ്ങൾ കൊണ്ട് ആ കർമ്മത്തിന് അർഹിച്ച പ്രതിഫലം വേറെയുണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ മലക്കുകളുടെ പ്രാർത്ഥനയും ലഭിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനായിട്ട് പ്രത്യേക കർമ്മം നമ്മൾ ഇരുന്ന് ചെയ്യേണ്ടതില്ല എന്നർത്ഥം. അതിൽ വിശുദ്ധ ഖുർആനിൽ സൂറത്തു മുഅ്മിൻ 40-ാമത്തെ അധ്യായം 7 മുതൽ 9 വരെയുള്ള ആയത്തുകൾ കൃത്യമായി നമുക്ക് കാണുവാൻ സാധിക്കും.
ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഊ സബീലക വഖിഹിം അദാബൽ ജഹീം. ഫഗ്ഫിർ ലില്ലദീന താബൂ, പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണമേ. ഇത് മലക്കുകൾ പ്രാർത്ഥിക്കുന്ന മലക്കുകളുടെ പ്രാർത്ഥനയാണത്. പശ്ചാത്തപിക്കുന്ന ആളുകൾ. നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് തൗബ ചെയ്യുന്നത്? നമുക്ക് ആ തെറ്റുകൾ പുറത്തു കിട്ടാൻ വേണ്ടിയാണ്. എന്നാൽ അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ മലക്കുകളും റബ്ബിനോട് പ്രാർത്ഥിക്കും. ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഊ സബീലക, അല്ലാഹുവേ നിന്റെ മാർഗം പിന്തുടരുന്ന ആളുകൾക്കും പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവർക്ക് നീ പുറത്തു കൊടുക്കണമേ. വഖിഹിം അദാബൽ ജഹീം, അവരെ നീ നരകശിക്ഷയിൽ നിന്നും കാക്കുകയും ചെയ്യണമേ. രണ്ട് കാര്യമായി. ഒന്ന്, അവർക്ക് പുറത്തു കിട്ടാൻ വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. അതോടൊപ്പം നരകത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സഹോദരങ്ങളെ, എന്താ കാരണം? നമ്മൾ ചെയ്ത തെറ്റിൻ്റെ കാരണത്താൽ നമ്മൾ റബ്ബിനോട് തൗബ ചെയ്യാണ്, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാണ്. ആ സമയത്ത് ഒന്നുകൂടെ എന്ത് ചെയ്യാണ്? മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതോടൊപ്പം റബ്ബനാ വഅദ്ഖിൽഹും ജന്നാതി അദ്നില്ലതി വഅദ്തഹും, ഞങ്ങളുടെ രക്ഷിതാവേ അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള കേന്ദ്രമായ സ്വർഗത്തിൽ അവരെ നീ പ്രവേശിപ്പിക്കണമേ. മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ തൗബ ചെയ്യുമ്പോൾ മൂന്നാമത്തെ വിഷയം എന്താണ്? സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാൻ മലക്കോട് പ്രാർത്ഥിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, നമ്മളെ മാത്രമല്ല അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളെയും അവരുടെ ഭാര്യമാരെയും അവരുടെ സന്തതികളെയും അവരിൽ നിന്നും സദ്വൃത്തരായിട്ടുള്ളവരെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. അപ്പോൾ ഭാര്യ ആയ പോരാ, സോലിഹത്തായ ഭാര്യയാകണം. മക്കളായ പോരാ, സോലിഹീങ്ങളായ മക്കളാകണം. അങ്ങനെയുള്ള മക്കളെയും അവരുടെ ഭാര്യമാരെയും അവരുടെ മാതാപിതാക്കളെയും നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്. ആ ആയത്തിൻ്റെ അവസാന ഭാഗം പറയുന്നത് വഖിഹിമുസ്സയ്യിആത്ത്, അവരെ നീ തിന്മകളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. നോക്കൂ സഹോദരങ്ങളെ, എത്ര കാര്യമായി. ഒന്ന്, നമുക്ക് പാപം പുറത്തു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തേത് നരകത്തിൽ നിന്നും മോചനം ലഭിക്കുവാൻ വേണ്ടി. മൂന്നാമത്തേത് സ്വർഗപ്രവേശനത്തിനു വേണ്ടി. നാലാമത്തേത് അവരെ തിന്മയിൽ നിന്നും കാത്തുരക്ഷിക്കാൻ വേണ്ടി മലക്കുകൾ നമുക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കും. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ചെയ്ത എന്തെങ്കിലും തെറ്റിൻ്റെ കാരണത്താൽ റബ്ബിനോട് നമ്മൾ തൗബ ചെയ്യുകയാണ്. അത് കാരണത്താൽ 4 കാര്യങ്ങൾക്ക് വേണ്ടി മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു അമൽ പ്രവർത്തിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഇൽമോടുകൂടി നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത് ആ കർമ്മം ചെയ്യുവാനുള്ള ഒരു ഇഖ്ലാസ് ലഭിക്കുവാൻ കാരണമായി തീരുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തൗബ ചെയ്യുമ്പോൾ നമുക്ക് ഈ കാര്യം മനസ്സിലേക്ക് വരും, മലക്കുകൾ നമുക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ആ തൗബക്ക് നമുക്ക് ഇന്ന് കൂടുതൽ ഇഖ്ലാസ് ലഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട വിഷയം. അതോടൊപ്പം തന്നെ മനുഷ്യർ തമ്മിലുള്ള ചില മര്യാദകളിൽപ്പെട്ട ഒന്നാണ് ഏതെങ്കിലും ഒരാൾക്ക് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അവരെ സന്ദർശിക്കുക എന്നുള്ളത്. നമ്മളൊക്കെ നിർവഹിക്കാവുന്ന കർമ്മമാണ്, ഒരു പ്രവർത്തനമാണ്. രോഗം വന്നു കഴിഞ്ഞാൽ അവരെ സന്ദർശിക്കുക എന്നുള്ളത്. ഇങ്ങനെ സന്ദർശിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ആഗ്രഹിക്കണം എന്താണ്? ആ രോഗിക്ക് സമാധാനം കിട്ടണം. ആ രോഗി സ്വാഭാവികമായിട്ടും രോഗം വന്നതിന് ടെൻഷനിലായിരിക്കും, അതിൻ്റെ പ്രയാസത്തിലായിരിക്കും. അങ്ങനെ ആ രോഗിയെ കണ്ട് നല്ല വാക്കുകൾ പറഞ്ഞ്, സമാധാനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കണം. അതോടൊപ്പം തന്നെ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന നിയ്യത്തോടെ നമ്മൾ പോണത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ ഒരു കർമ്മം ചെയ്യുന്നതോടുകൂടി നമുക്ക് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുമെന്നുള്ളതാണ്. നമ്മൾ പോകുന്നത് ആ രോഗിക്ക് വേണ്ടിയാണ്, ആ രോഗിക്ക് ശമനത്തിന് വേണ്ടിയാണ്, ആ രോഗിയുടെ മനസ്സമാധാനത്തിനു വേണ്ടിയാണ് അങ്ങോട്ട് പോകുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹി ഹദീസിൽ കാണാൻ സാധിക്കും. എന്താണ്? മാ മിൻ റജുലിൻ യഊദു മരീദൻ മുംസിയൻ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ വൈകുന്നേര സമയത്ത് രോഗസന്ദർശനം നടത്തുകയാണ്.
ഇല്ലാ ഖറജ മഅഹു 70,000 മലകിൻ യസ്തഗ്ഫിറൂന ലഹു ഹത്താ യുസ്ബഹു. അതായത് ആ വ്യക്തിക്ക് വേണ്ടി ഒരാൾ വൈകുന്നേരം രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഏതുവരെ? ഹത്താ യുസ്ബിഹ, പിറ്റേന്ന് രാവിലെയാകുന്നത് വരെ എത്ര മലക്കാണ്? 70,000 മലകിൻ, 70,000 മലക്കുകൾ അവരുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. നമുക്ക് ഇസ്തിഗ്ഫാർ എന്നുള്ളത് ഒരുപാട് മഹത്വമുള്ള കാര്യമാണ്. ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 70,000 മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളതാണ്. വകാന ലഹു ഖരീഫുൻ ഫിൽ ജന്ന, അവന് സ്വർഗത്തിൽ ഫലസമൃദ്ധമായ തോട്ടമുണ്ട്. പിന്നെ പറയാണ് വമൻ അതാഹു മുസ്ബിഹൻ, ഇനി ആരെങ്കിലും ഒരാൾ രാവിലെയാണ് ഒരു രോഗിയെ സന്ദർശിക്കുന്നത്, അങ്ങനെ രാവിലെ ഒരാൾ രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഖറജ മഅഹു 70,000 മലകിൻ യസ്തഗ്ഫിറൂന ലഹു ഹത്താ യുംസിയ, അങ്ങനെ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ അവൻ്റെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. നോക്കൂ സഹോദരങ്ങൾ, 70,000 മലക്കുകൾ ഒന്നല്ല, 70,000 മലക്കുകൾ നമ്മൾ ഒരു രോഗിയെ സന്ദർശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു അറിവ് സഹോദരൻ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ പാപമോചനത്തിന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ ഒരു വ്യക്തി രോഗസന്ദർശനം എന്നുള്ള ആ ഒരു പരസ്പരമുള്ള കടമ, സത്യവിശ്വാസികൾ പരസ്പരം പാലിക്കേണ്ട കടമകളിൽപ്പെട്ട ഒരു കടമയാണ് രോഗം വന്നു കഴിഞ്ഞാൽ അവരെ സന്ദർശിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മഹത്വം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ആ രോഗസന്ദർശനം എന്നുള്ള വളരെ പ്രതിഫലാർഹമായ ആ കർമ്മം നിർവഹിക്കുവാൻ നമുക്ക് കൂടുതൽ ആത്മാർത്ഥതയും ഇഖ്ലാസും നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. കാരണം നമുക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ ആ സന്ദർശനം നടത്തുന്നത്. കാരണം നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവരുടെ അഭാവത്തിൽ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, നമ്മുടെ കൂടെ ഇല്ലാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ആ പ്രാർത്ഥിക്കുന്നവർക്ക് മലക്കുകൾ നമ്മൾ എന്താണോ ചോദിക്കുന്നത് അത് അവർക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നതിൽ കാണാൻ സാധിക്കും, ഒരു വ്യക്തി ഈ രൂപത്തിൽ തൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, മൻ ദഅ ലി അഖീഹി ബിളാഹിരിൽ ഗൈബി, അവൻ്റെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഖാലൽ മലക്കു, ആ സമയത്ത് മലക്ക് പറയും, എന്താ പറയണത്? ഖാലൽ മലക്കുൽ മുവക്കലു ബിഹി ആമീൻ, നമ്മൾ എന്താണോ പറഞ്ഞത് അതിന് മലക്കുകൾ ആമീൻ എന്ന് പറയും. വലക ബിമിസ്ലിൻ, അതുപോലെ ഇവൻക്കും ഉണ്ടാകട്ടെ എന്ന് മലക്കുകൾ പറയുന്നതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ സഹോദരനോട് പ്രാർത്ഥിക്കുന്നു, മലക്ക് ആമീൻ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇവൻ ചോദിച്ചത്, അവന് വേണ്ടി ചോദിച്ചത് ഇവൻക്കും ഉണ്ടാകട്ടെ എന്ന് മലക്ക് ആ പ്രാർത്ഥിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്, നമ്മുടെ സഹോദരൻ്റെ ഒരു പ്രയാസങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ നമ്മുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ സഹോദരൻ്റെ അഭാവത്തിൽ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങൾ മാറുന്നതിന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. നോക്കൂ സഹോദരങ്ങളെ, അപ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന എന്നുള്ളത് തടയപ്പെടുകയില്ല. അപ്പം നമ്മൾ നമ്മുടെ സഹോദരൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യം നിറവേറ്റുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ പല ആവശ്യങ്ങളും നമുക്കുണ്ടാവുമല്ലോ, ആ പല ആവശ്യങ്ങളും നിറവേറ്റി തരുവാൻ വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. ഇത് എപ്പോഴാണ് പ്രാർത്ഥിക്കുള്ളൂ? വെറുതെ പ്രാർത്ഥിക്കൂല. ഇത് ഞാൻ ഖുതുബിൽ തുടക്കത്തിൽ പറഞ്ഞതാണ്. തുടക്കത്തിൽ പറഞ്ഞത് സത്യവിശ്വാസികളിൽ എല്ലാവർക്കും വേണ്ടിയല്ല മലക്കുകൾ പ്രാർത്ഥിക്കുക, മറിച്ച് എന്താണ്? സത്യവിശ്വാസികളിൽ തന്നെ ചില ആളുകൾക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് സത്യവിശ്വാസികൾ ചെയ്യുന്ന കാര്യമാണ്, ഈമാനത്തിൽ ചെയ്യൂല. രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത്, അതായത് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് സത്യവിശ്വാസിയായ ഒരാൾ ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ ഈ സത്യവിശ്വാസികളിൽ തന്നെ ചില ആളുകൾ ഇങ്ങനെ ഈ പ്രതിഫലം കൂടി ആഗ്രഹിക്കുന്നുണ്ട്. അവർ രോഗിയെ സന്ദർശിക്കുന്നു, അതോടൊപ്പം തന്നെ ഈ പ്രതിഫലവും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എന്തായി? അവർക്ക് ഈ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടും. എന്നാൽ അവർക്ക് ഈ പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല, ഒന്നും അറിയില്ല, അവർ സന്ദർശിച്ചു പോരും എന്നുള്ളതുള്ളൂ.
എന്നാൽ അത് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നത് വ്യത്യസ്തമാണ്. അവർക്കാണ് എന്ത് ചെയ്യാണ് ഈ ഒരു പ്രത്യേക പ്രാർത്ഥന ലഭിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കാര്യങ്ങൾ കൂടി എളുപ്പത്തിലാകുവാൻ വേണ്ടിയും നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയും മലക്കുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട വിഷയമാണ് നമ്മൾ സ്വതക്ക ചെയ്യുന്നത്. വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ട വിഷയമാണത്. നമ്മൾ സ്വതക്ക നിർവഹിക്കുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും തന്നെ നമ്മുടെ പണം അതുകൊണ്ട് കുറയുകയില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മുടെ നോട്ടിൻ്റെ എണ്ണം കുറയും, പക്ഷേ നമ്മുടെ സമ്പത്തിൽ കൂടുതൽ ബർക്കത്ത് ലഭിക്കുകയും അതിൻ്റെ വർധനവിന് കാരണമായി തീരുകയും ചെയ്യും നമ്മൾ നിർവഹിക്കുന്ന സ്വതക്കകൾ. ഇങ്ങനെ ദാനധർമ്മം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയും മലക്കുടെ പ്രാർത്ഥന എപ്രകാരമാണ് എന്നുള്ളതും ഹദീസിൽ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ സൂചിപ്പിക്കുകയാണ്, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി. എല്ലാ ദിവസവും രണ്ട് പ്രത്യേക മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ധാരാളം മലക്കുകളുണ്ട്, എന്നാൽ 2 പ്രത്യേക മലക്കുകൾ എല്ലാ ദിവസവും രാവിലെ ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്നുള്ളതാണ്. എന്നിട്ടോ ആ മലക്കുകളിൽ ഒരാൾ പ്രാർത്ഥിക്കും, യൻസിലാനി, അതിൽ ഇറങ്ങിയ ഒരു മലക്ക് പ്രാർത്ഥിക്കും, ഫയഖൂലു അഹദുഹുമാ അല്ലാഹുമ്മ അഇത് മുൻഫികൻ ഖലഫ. അല്ലാഹുവേ, നല്ല കാര്യത്തിന് വേണ്ടി സമ്പത്ത് ചെലവഴിച്ച ആളുകൾക്ക് നീ പകരം കൊടുക്കണമേ എന്ന് ഒരു മലക്ക് പ്രാർത്ഥിക്കുന്നുള്ളതാണ്. അള്ളാന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ച ആളുകൾക്ക് നീ പകരം ധാരാളമായി നൽകണം. ആ സമ്പത്ത് അവർക്ക് നഷ്ടമാവൂല എന്നർത്ഥം. കാരണം ആരാ പ്രാർത്ഥിക്കുന്നത്? മലക്കുകളെ പ്രാർത്ഥിക്കുന്നത്. ആ സമ്പത്തിന് പകരമായിട്ട് അവർക്ക് നീ നൽകണമേ എന്ന് റബ്ബിനോട് മലക്കുകൾ പ്രാർത്ഥിക്കും. എന്നാൽ രണ്ടാമത്തെ മലക്ക് പ്രാർത്ഥിക്കുന്നത് വയഖൂലുൽ ആഖറു അല്ലാഹുമ്മ അഇത് മുംസികൻ തലഫ. അള്ളാന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകൾക്ക്, പിശുക്ക് കാണിക്കുന്ന ആളുകൾക്ക് നീ നാശമുണ്ടാക്കണമേ എന്ന് രണ്ടാമത്തെ മലക്ക് പ്രാർത്ഥിക്കും. 2 മലക്കും പ്രാർത്ഥിക്കുക ചെയ്യണം, പക്ഷേ രണ്ടും പ്രാർത്ഥനയാണ്. ഒന്ന്, നൽകുന്ന ആളുകൾക്ക് നീ നൽകണമേ, അവരെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകുവാൻ വേണ്ടി. അപ്പം നൽകിയാൽ എന്ത് ചെയ്യുള്ളൂ? നമുക്ക് ഉണ്ടാകുള്ളൂ. പിടിച്ചു വെച്ച സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞ പോലെ പ്രത്യക്ഷത്തിൽ കുറേ പൈസയൊക്കെ ഉണ്ടാവും, നല്ല തിരക്കുവേകരം, ഫുള്ള് പണത്തിന് വേണ്ടി അല്ലെങ്കിൽ ദുനിയാവിന് വേണ്ടി ജോലിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഫുൾ ടൈം ബിസിയായിരിക്കും അവർ. പക്ഷേ അവരുടെ ആ ഓട്ടപ്പാച്ചിനനുസരിച്ച് കൊണ്ടൊരു ബർക്കത്ത് അവരെ സമ്പത്തിലുണ്ടാവില്ല എന്നർത്ഥം. കാരണം എന്താണ്? ആ സമ്പത്തിനുള്ള നന്ദി അവർ കാണിക്കാത്തത് കൊണ്ടാണ്. അല്ലേ? പലപ്പോഴും നമുക്ക് പല വ്യക്തികളെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ചില ആളുകൾക്ക് ചെറിയ കച്ചവടം ഉണ്ടാവുള്ളൂ, വലിയ സംരംഭമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതുകൊണ്ട് അയാൾ വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു പോകുന്നുണ്ടാവും. അയാളും ഭാര്യയും മക്കളൊക്കെ ഒന്ന് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നുണ്ടാവും. എന്നാൽ ചില ആളുകളോ ഫുൾ ടൈം ബിസിയായിരിക്കും. പള്ളിയിൽ ജമാഅത്തിന് വരാനും ആഴ്ചയിലുള്ള ഒരു QHLS ക്ലാസ്സിന് പങ്കെടുക്കാനും മറ്റുള്ള എന്തെങ്കിലും ഒരു പള്ളി കമ്മിറ്റി യോഗം വിളിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദഅവാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് വിളിച്ചാലോ ഒന്നിനും വരാൻ ഒഴിവുണ്ടാവില്ല. ഫുള്ള് ബിസിയാണ്. ഫുള്ള് ദുനിയാവിൻ്റെ പിന്നാലെ, കച്ചവടത്തിൻ്റെ പിന്നാലെ ഓടിപ്പായുന്ന. പക്ഷേ അങ്ങനെയുള്ള ചില ആളുകൾക്കൊന്നുണ്ടാവില്ല, യാതൊരു ബർക്കത്തും ഉണ്ടാവില്ല. അയാൾക്ക് എപ്പോഴും പ്രശ്നകരം, എപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങൾ, എപ്പോൾ കണ്ടാലും കടത്തിൻ്റെ വർത്തമാനങ്ങൾ പറയുക. ഇത് സഹോദരങ്ങളെ, ഇതിൻ്റെ പ്രശ്നം ഇതാണ്. റബ്ബിൻ്റെ ഒരു ബർക്കത്ത് അവർക്കത് ലഭിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, അള്ളാൻ്റെ മാർഗത്തിൽ ധാരാളമായി നമ്മൾ നൽകുക. നമ്മുടെ ഉള്ള സമ്പത്തിൽ റബ്ബ് എന്ത് ചെയ്യും? ബർക്കത്ത് നൽകും. അള്ളാഹു നൽകിയ, താൽക്കാലികമായി നമുക്ക് നൽകിയ ഒരു വിഭവമാണ് സഹോദരങ്ങളെ ദുനിയാവിൽ നമുക്കുള്ള സമ്പത്തും കച്ചവടമൊക്കെ. അതിന് കൃത്യമായ റബ്ബിനോട് നന്ദി കാണിക്കൽ എങ്ങനെയാണ്? റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കലാണ്. അതിലുള്ള നമുക്ക് നഷ്ടം ഒരിക്കലും വരികയില്ല. കാരണം ഇതുകൂടെ അതിൽ അടങ്ങിയിട്ടുണ്ട്. കാരണം മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ അഇത് മുൻഫികൻ ഖലഫ. അല്ലാഹുവേ, നൽകുന്നവർക്ക് നിന്റെ മാർഗത്തിൽ നൽകിയവ നീ പകരം നൽകണമേ. അതായത് നഷ്ടം അവർക്ക് വരില്ല എന്നർത്ഥം. എന്നാൽ പിടിച്ചു വെച്ചവർക്കോ, പിശുക്ക് കാണിച്ചവർക്ക് നാശത്തിന് വേണ്ടി എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ
കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങൾ ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം പ്രിയതാണ്. ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. അവൻ പല കർമ്മങ്ങളും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ അതിമഹത്തായ കാരുണ്യം കാരണത്താൽ അവർക്ക് ധാരാളമായി പ്രതിഫലങ്ങൾ നൽകുന്നു എന്നുള്ളതാണ്. എന്നാൽ ഒരു സത്യവിശ്വാസി അല്ലാത്ത ആളാണെങ്കിലോ അവരിതൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഈ രൂപത്തിലുള്ള വലിയ പ്രതിഫലം അവർക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. ദുനിയാവിൽ അവർ പലതും ആഗ്രഹിക്കുന്നുണ്ടാവും, അതൊക്കെ റബ്ബ് കൊടുക്കും. ദുനിയാവിൽ പിന്നെ അവരെക്കുറിച്ച് ആൾക്കാർ നല്ലത് പറയും, അല്ലേ, നാട്ടിൽ അംഗീകാരം ഉണ്ടാകും, അതൊക്കെ റബ്ബർ കൊടുക്കും. പക്ഷേ ഈ രൂപത്തിൽ നിലനിൽക്കുന്ന പ്രതിഫലം ഇഹലോകത്തും പരലോകത്തും നമ്മുടെ ഖബറിലുമൊക്കെ നമുക്ക് വെളിച്ചം പകരുന്ന, നമുക്ക് സമാധാനമേകുന്ന ഈ നിലക്കുള്ള വലിയ പ്രതിഫലങ്ങൾ ലഭിക്കണമെങ്കിൽ സത്യവിശ്വാസികളായി ജീവിച്ച് ഈ രൂപത്തിലുള്ള സൽക്കർമ്മങ്ങളുടെ മുന്നോട്ട് പോയാൽ മാത്രമേ അവർക്കത് ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ കൃത്യമായി ദീൻ പഠിക്കണം. നമ്മുടെ സമയത്തിൽ നിന്നും ഒരു കൃത്യമായ നിശ്ചിതമായ സമയം ദീൻ പഠിക്കുവാൻ വേണ്ടി, ക്ലാസ്സുകൾ കേൾക്കുവാൻ വേണ്ടി, പുസ്തകങ്ങൾ വായിക്കുവാൻ വേണ്ടി, പ്രാർത്ഥനകളുടെ മഹത്വങ്ങൾ പഠിക്കുവാൻ വേണ്ടി, കർമ്മങ്ങളുടെ ശ്രേഷ്ഠതകൾ പഠിക്കുവാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം സഹോദരങ്ങളെ. പലപ്പോഴും നമുക്ക് ബിസി ആയിരിക്കും, പക്ഷെ ആ ബിസിയൊക്കെ നമുക്ക് അവസാനിക്കുന്ന പല സമയങ്ങൾ നമ്മുടെ മുമ്പിൽ വരാനുണ്ട്. എന്തെങ്കിലും ഒരു അപകടം പറ്റി ഒരു 6 മാസം 1 വർഷം റെസ്റ്റ് പറഞ്ഞ സഹോദരങ്ങളെ, ഒരു ബിസി നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല. അല്ലാതെ നമുക്ക് അത്രശിക്കുമാറാകട്ടെ. നമ്മുടെ സമയം അത്രേ ഉള്ളൂ, നമ്മുടെ ബിസി അത്ര ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ദിവസത്തിൽ ചെറിയ സമയമെങ്കിലും പ്രിയ സഹോദരി സഹോദരന്മാർ, ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും ഇത്തരത്തിലുള്ള ദീനീ കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി സമയം കണ്ടെത്തുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമെന്നുകൂടി സാന്ദർഭികമായി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ വിശ്വാസികൾ, വിശ്വാസിനികൾ, ജീവിതത്തിൽ റബ്ബിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസികളായ നമ്മുടെയൊക്കെ നിർബന്ധ ബാധ്യതയാണ് ദീന് പഠിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ജനങ്ങളെ നമ്മൾ മനസ്സിലാക്കിയ ഒരു നന്മ പഠിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയ ഒന്ന് ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രതിഫലാർഹമായ കാര്യമാണ്. അതിന് മറ്റു പല പ്രതിഫലങ്ങൾ നമുക്കറിയാൻ സാധിക്കും. അവർ അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം ആരാണോ അവർക്ക് അത് എത്തിച്ചു കൊടുത്തത് അവർക്കും അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ് ഇന്നല്ലാഹ വ മലായികതഹു വ അഹ്ലസ് സമാവാതി വൽ അർളി ഹത്തൻ നംലത ഫീ ജുഹ്രിഹാ വ ഹത്തൽ ഹൂത. ആകാശഭൂമികളിലുള്ള എല്ലാം, അത് മാളങ്ങളിലെ ഉറുമ്പുകളും സമുദ്രത്തിലെ മത്സ്യങ്ങളുമടക്കം അതോടൊപ്പം തന്നെ മലക്കുകളും പ്രാർത്ഥിക്കും. ആർക്കു വേണ്ടി? അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ, അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ പഠിച്ച ഒരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് യാതൊരു ചെലവില്ലല്ലോ. എന്നാൽ അതിൻ്റെ ഒരു മഹത്വം നോക്കി നിങ്ങൾ. റസൂലുള്ളാഹി പറയാണ് മാളങ്ങളിലെ ഉറുമ്പുകൾ പോലും സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും, അതോടൊപ്പം പറഞ്ഞു ഇന്നല്ലാഹ വ മലായികതഹു, അല്ലാഹു മലക്കുകളെന്തെയും അവർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുമെന്നുള്ളതാണ്.
ഇവിടെ അള്ളാഹു സ്വലാത്ത് ചൊല്ലുമെന്ന് പറഞ്ഞാൽ അള്ളാഹു അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നതാണ്. എന്നാൽ മലക്കുകൾ സ്വലാത്ത് ചൊല്ലുമെന്ന് പറഞ്ഞാൽ മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. രണ്ട് അർത്ഥം അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ദഅവത്ത്, അള്ളാന്റെ ദീന് പ്രബോധനം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണ് എന്ന് പ്രിയപ്പെട്ടവരെ, ഈ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ഒരു കർമ്മം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ട വിഷയമാണ്. അതുകൊണ്ട് ദഅവത്ത് എന്നുള്ളത് ദീന് പഠിക്കുക, ദീൻ ദഅവത്ത് ചെയ്യുന്ന ഒരു സംഘത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് വലിയ പ്രതിഫലാർഹമായ കാര്യമാണ് സഹോദരങ്ങളെ. ഒരു കൂട്ടായ്മ ഉണ്ടാകും, അതിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും ഒരുപാട് സംവിധാനങ്ങളോടുകൂടി, മറ്റുള്ള ആളുകളുടെ അഭിപ്രായങ്ങളോടുകൂടി, മറ്റുള്ള ആളുകളുടെ സഹകരണത്തോടുകൂടി ഒരു സംഘത്തോടൊപ്പം ചേർന്ന് ദഅവത്ത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുള്ളതാണ്. അതുകൊണ്ട് ആ നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം? ദീനി ദഅവ സംരംഭങ്ങളിൽ സജീവമാവുക, തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന സംഘടനകളിൽ ചേർന്ന് പ്രവർത്തിച്ച് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി കൃത്യമായി നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നു, അതിലൂടെ നമുക്കെന്ത് ചെയ്യാണ്? ഒരുപാട് നന്മകൾ ലഭിക്കുന്നു. നമ്മുടെ നേട്ടം നമ്മൾ കൃത്യമായി അറിഞ്ഞുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള കർമ്മങ്ങളെ നമ്മൾ സജീവമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും നിൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ മായ്ച്ചു കളയണമേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സുകളെ നീ ശുദ്ധീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സമ്പത്തിലും കുടുംബത്തിലും ജോലിയിലും നിൻ്റെ വലിയ ബർക്കത്ത് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആരോഗ്യം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുമ്പ് നിന്നിലേക്ക് യാത്ര തിരിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബക്കാർ, ബന്ധുക്കൾ, സഹോദരി സഹോദരന്മാർ, അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും നീ സൗഖ്യം പ്രദാനം ചെയ്ത് നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഖബറിൽ അവർക്ക് നീ സ്വസ്ഥതയും സമാധാനവും വിശാലതയും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന മഹത്തായ കലിമത്ത് ചരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി മലക്കുകളെ കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുവാനുള്ള സൗഭാഗ്യം റബ്ബേ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നന്മയിൽ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ട് നിന്നിലേക്ക് മടങ്ങുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة الفردوس يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم انصر الإسلام والمسلمين في كل مكان. اللهم انصر الإسلام والمسلمين في فلسطين. اللهم انصر الإسلام والمسلمين في فلسطين. اللهم انصر الإسلام والمسلمين في فلسطين. اللهم اجعل فلسطين بلدا آمنا. اللهم اجعل فلسطين بلدا آمنا. اللهم اجعل فلسطين بلدا آمنا. اللهم بدل خوفهم أمنا. اللهم بدل خوفهم أمنا. اللهم بدل خوفهم أمنا. اللهم ضعف قوة اليهوديين. اللهم ضعف قوة اليهوديين. اللهم ضعف قوة اليهوديين. اللهم مزق بين صفوف اليهوديين. اللهم مزق بين صفوف اليهوديين. اللهم مزق بين صفوف اليهوديين. اللهم انصر الإسلام والمسلمين في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. والحمد لله رب العالمين. اللهم صل وسلم على نبينا محمد.